ശില്പ, ഇന്നത്തെ സിറ്റുവേഷൻ നിനക്കറിയാലോ. ഇവരെല്ലാരും കൂടെ ചേർന്നിട്ടാണ് എന്നെ. എന്ത് സിറ്റുവേഷനാടാ? ഈ കൊച്ചിനെ സ്ഥാനത്ത് നിന്റെ അമ്മയോ പെങ്ങളോ ആയിരുന്നെങ്കിൽ നീ ഇങ്ങനെ കൂട്ടിക്കൊടുക്കോ? സിറ്റുവേഷൻ. എനിക്ക് നിങ്ങളുടെ ലൈഫിൽ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഇവളുടെ അത്ര ഇല്ലെങ്കിലും എനിക്കുണ്ട് വളർന്നു വരുന്നൊരു മോള്. ശില്പ, നിനക്കിനി ഇവൻ്റെ കൂടെ പോകാനാണ് താല്പര്യമെങ്കിൽ പോവാം. ഞാൻ ആ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. Shilpa, let's forget about all this. നമുക്ക് ഇവിടുന്ന് പോവാം. We must move on. Shilpa, Shilpa, listen. Shilpa, ഇന്നലെ രാത്രി നിങ്ങൾ തമ്മിൽ എന്ത് സംഭവിച്ചിരുന്നാൽ പോലും നമ്മുടെ റിലേഷൻ ഒരു രീതിയിൽ എഫക്റ്റ് ചെയ്യില്ല ശില്പ. Let's get married like we planned. I love you, Shilpa. I won't trust you anymore. Please leave me. വികാര നൗകയുമായി തിരമാലകളാടിയുലഞ്ഞു. അപ്പൊ അതാണ് ഈ ഫ്രസ്ട്രേഷന്റെ കാര്യം. എന്താ പെണ്ണുങ്ങൾ മാത്രമേ തേച്ചിട്ട് പോവാറുള്ളൂ? നിങ്ങൾ ആണുങ്ങൾ എന്താ മോശക്കാരാണോ? എല്ലാ ആണുങ്ങളും നിന്റെ മറ്റവനെ പോലെയാന്ന് വിചാരിച്ചേ. നീ അവന്റെ കൂടെ എൻജോയ് ചെയ്തില്ലേ? അത് ലാഭാന്ന് വെച്ചോ. അല്ല മോശം. അടുത്ത ആരാ കഥയാ? അടുത്തത് മാഷ് പറ. പക്ഷേ ശില്പേനേക്കാൾ നല്ല കഥ പറഞ്ഞ് മാഷ്ക്ക് ഇവിടുന്ന് ജീവനോടെ രക്ഷപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. എന്നാലും സാരല്ല, പറ, കേക്കട്ടെ. ഇതുവൻ പുഷ്പിച്ചാണോ? അല്ല സാർ. എന്താടാ ആണാവില്ലടാ, ഒരു പുഷ്പൻ ഇറങ്ങിയിരിക്കണം. ഈ പ്രായമായിട്ട് ഈ ആയിട്ട് തന്നെയാണോ കയ്യിലുള്ളത്? ഓ ഓ ഞാനങ്ങനെ പറ്റിക്കൂടി. പ്രാവശ്യങ്ങളെന്തെങ്കിലും നടന്നാൽ മതിയായിരുന്നു. കൊച്ചുകള്ളി ഞാൻ കാണിച്ചു തരാൻ നോക്കിക്കോ. ഒരു മിനിറ്റ്. ഹലോ ഏട്ടാ, പറയുമ്പോ എല്ലാം പറയണമല്ലോ. എന്റെ ഏട്ടൻ ഇതുവരെ എത്ര പെണ്ണ് കണ്ടിട്ടെന്ന് മൂപ്പർക്ക് തന്നെ യാതൊരു പിടിയില്ല. 10-35 വയസ്സ് വരെ ഏട്ടൻ പ്രാരാബ്ധക്കാരനായിരുന്നു. അച്ഛൻ മരിച്ചതിന് ശേഷം കുടുംബത്തിന് നെടുന്തൂണായിരുന്നു ഏട്ടൻ. പെങ്ങന്മാരെ കെട്ടിച്ചു വിട്ടതിന് ശേഷം കല്യാണം കഴിക്കത്തുള്ളൂ ഏട്ടന്റെ ഒരു വാശിയായിരുന്നു. പെങ്ങന്മാരുടെ കെട്ട് കഴിഞ്ഞു. അവര് ചിലരുടെ മക്കൾക്ക് കല്യാണ പ്രായാവുകയും ചെയ്തു. എന്നിട്ട് ഏട്ടൻ എന്തേ കല്യാണം കഴിക്കാത്തെന്ന് നിങ്ങൾക്ക് സംശയം തോന്നാം. വേറൊന്നുമല്ല, സങ്കല്പം. കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ ബുദ്ധിനെയും സൗന്ദര്യത്തിനെയും പറ്റിയുള്ള അമിതമായ സങ്കല്പങ്ങൾ. നമുക്കെന്നാ കാര്യത്തിലേക്ക് കിടക്കാം.
നിങ്ങൾ കുട്ടിയെങ്കിൽ വിളിച്ചോളി. വേണ്ടപ്പാ, ഞാൻ അവളെ വിളിക്കുന്നില്ല. നിങ്ങളുടെ സങ്കല്പത്തിന് പറ്റിയ ഒരു കുട്ടിയല്ല എൻ്റെ മോള്. അല്ല അതിപ്പോ കുട്ടിയെ കാണാൻ എങ്ങനെ പറയാൻ പറ്റുക? പറ്റും. എൻ്റെ മോള് BA വരെ പഠിച്ചിട്ടുള്ളൂ. ആദ്യം തന്നെ 4 പേപ്പർ കിട്ടാനുമുണ്ട്. പിന്നെ കാണാനാണെങ്കിൽ ഓക്കെ എൻ്റെ നിറോ ദാ ഇവളുടെ തടിയുക. മാഷിന്റെ സങ്കല്പമൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ടു പോകുമെന്ന് എനിക്ക് തോന്നണില്ല. പോ. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട്. ശരി എന്നാ. ആ ഏട്ടാ ഏട്ടാ എനിക്ക് വയസ്സ് 32ആയി. അതെന്റെ കുറ്റാണോ? ഏട്ടൻ കെട്ടിയിട്ട് ഞാൻ കെട്ടത്തുള്ളൊരു പ്രതിജ്ഞ എടുത്തു പോയി. പ്രതിജ്ഞ എടുത്താൽ അത് പാലിക്കണം, അല്ലെങ്കിൽ ആ പണിക്ക് നിൽക്കരുത്. നിങ്ങൾ ഇങ്ങനെ സങ്കല്പം കെട്ടിപ്പിടിച്ചോണ്ടിരുന്ന നിങ്ങളുടെ കല്യാണം ഒരിക്കലും നടക്കാൻ പോകില്ല. എനിക്ക് മനസ്സിനൊത്ത പെണ്ണിനെ കിട്ടിയിട്ടേ ഞാൻ കല്യാണം കഴിക്കൂ, അല്ലാതെ എനിക്ക് പറ്റില്ല. വേറെ എന്തെങ്കിലും വേണോ? കുറച്ച് വിഷം കിട്ടുമോ? രണ്ടൊക്കെ വേണോ? എനിക്ക് വേണ്ട, അവന് കൊടുത്താൽ മതി. കുടുംബത്തിന്റെ നെടുന്തൂണാണെന്നൊക്കെ എല്ലായിടത്തും പറയാറുണ്ട് ഞാൻ. ഏട്ടാ ഇവർക്കൊക്കെ നാണമില്ലേ പബ്ലിക്കായിട്ട് വന്ന് കൊഞ്ചിക്കുഴയാൻ? ഇതിന്റെ പേരാണ് ക്രിമികടി. ഇക്കാലത്ത് മനസ്സിലെങ്കിലും പ്രേമിക്കാത്ത മനുഷ്യരുണ്ടോ? ഒരാളുണ്ട്, ഈ ഞാൻ. ഞാൻ മനുഷ്യരുടെ കാര്യമാണ് പറഞ്ഞത്. ഞാൻ ഇറങ്ങാം, എനിക്കൊരാളെ കാണാനുണ്ട്. ചേട്ടാ സമയം എന്തായി? സമയം എന്തായി? 5:30. 5:30. ചേച്ചി സമയം എന്തായി? അയാള് പോയി. ഞാൻ കാരണം സാറിന് ബുദ്ധിമുട്ടായല്ലേ? അത് സാരില്ല. എന്നാലും എന്നെ സഹായിക്കാൻ വന്നതിനെ കൊണ്ടല്ലേ സാറിന്റെ മാലയും പോയത്? അത് കുഴപ്പമില്ല. എത്ര പവനുണ്ടായിരുന്നു? 3.5 പവൻ. ഈശ്വര, ഇയാളുടെയോ? അത് 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ റോൾഡ് ഗോൾഡ് ആയിരുന്നു. അയ്യോ, 1 ഗ്രാം തങ്കത്തിന് വേണ്ടിയിട്ടാണോ ഇത്രയും ഒച്ച വെച്ചത്? അത് പിന്നെ പെട്ടെന്നുണ്ടായ ഒരു ഷോക്കില് അറിയാണ്ട് വിളിച്ചു പോയതാ. എന്താ പേര്? മീര. എന്ത് ചെയ്യുന്നു?
സരസ്വതി മ്യൂസിക്കൽസിൽ ടൗണിലെ വർക്ക് ചെയ്യുന്നു. ആ ഓക്കെ. എൻ്റെ പേര് അനന്തകൃഷ്ണൻ. ഞാൻ ദേവഗിരി കോളേജിലെ പ്രൊഫസറാണ്. ആ മീരയുടെ ഫാമിലിയൊക്കെ? ഫാമിലി എന്ന് പറയാൻ ഞാനും എൻ്റെ കുഞ്ഞും മാത്രമേ ഉള്ളൂ. ഹസ്ബൻഡ് മരിച്ചു. 1.5 വർഷം ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ ഒരുമിച്ച്. അയ്യോ. സാറിന്റെ ഫാമിലി എല്ലാം? എന്താ? സാറിന്റെ വീടും കുടുംബവും ഒക്കെ? വീടുണ്ട്. മീര ഉദ്ദേശിച്ച രീതിയിലുള്ള ഫാമിലി ഒന്നും എനിക്കില്ല. ഐ ആം നോട്ട് മാരീഡ്. അതെന്താ, വല്ല ചൊവ്വാദോഷമോ വല്ലോ? അങ്ങനെയൊന്നുമല്ല. എൻ്റെ സങ്കല്പത്തിലുള്ള ഒരാളെ എനിക്ക് കിട്ടിയിട്ടില്ല. നോക്കിക്കൊണ്ടിരിക്കുക. ശരി, എന്നാ എത്രയും വേഗം സാറിന് അങ്ങനെ ഒരാളെ കിട്ടട്ടെ. താങ്ക് യു. ശരി, എന്നാല് കാണാട്ടോ. മീര